സാറേ, നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഷോപ്പിന്റെ പുറത്തും 2 ലെറ്റ് അല്ലെങ്കിൽ 4 റെന്റ് ബോർഡ് വെച്ചിട്ട് കാണാലോ. അതിന്റെ പർപ്പസ് എന്താ? ഞാനിങ്ങനെ യാത്രയിൽ ഇങ്ങനത്തെ ഒരുപാട് ബോർഡുകൾ കാണലുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു അറിവില്ലായ്മയാണ്. നമ്മളൊരു സ്ഥലം കാണുന്നു, നമുക്കൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഡിമാൻഡ് അനുസരിച്ചല്ല നമ്മളവിടെ കെട്ടിടം പണിയുന്നത്. അവിടെ എന്തെങ്കിലും ഒരു പ്ലാൻ ആക്കി നമ്മൾ അവിടെ ഒരു കെട്ടിടം പണിയുന്നു, എന്നിട്ട് നമ്മൾ ക്ലയന്റിനെ കാത്തു നിൽക്കുന്നു. അതാണ് ഈ ബോർഡുകൾ ഇങ്ങനെ വർഷങ്ങളോളം ഇവിടെ ഇങ്ങനെ കിടക്കും. അതായത് ബിൽഡിംഗ് റെന്റിന് പോവാതെ ഇവിടെ തന്നെ ഇങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കിടക്കും. എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച റെന്റോ നമുക്കത് കിട്ടുന്നില്ല. നമ്മുടെ മുതൽ മുടക്കിനെക്കാട്ടും നമ്മുടെ വാല്യുവേഷനെക്കാട്ടും താഴെയുള്ള റെന്റ് മാത്രമാണ് കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ചിട്ട് ഈ അർബൻ കോർപ്പറേഷൻ വെയർഹൗസ് മാനേജ്മെന്റ് പണിയുന്ന ഓരോ വെയർഹൗസും ആ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിട്ട് ഞങ്ങൾ പണിയുന്നു. അത് പണി തീരുമ്പോൾ തന്നെ ആ വെയർഹൗസ് റെന്റ് ഔട്ട് ചെയ്തു. ഇതിന്റെ പിറകിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടുത്തെ ഡിമാൻഡ് എന്താണ് മനസ്സിലാക്കി അവിടുത്തെ ഡിമാൻഡ് അനുസരിച്ച് മാത്രമാണ് ഓരോ കെട്ടിടം പണിയുന്നത്. അപ്പൊ കെട്ടിടം പണി പൂർത്തിയാവുന്നതോടുകൂടി തന്നെ നമുക്കതിൽ നിന്ന് റവന്യൂ വരാൻ തുടങ്ങും. കൃത്യമായിട്ടുള്ള മാസ വരുമാനം നമുക്കതിൽ നിന്ന് ലഭിക്കുന്നു. ഉറപ്പാണ് വരുമാനം. Urban Corporation Warehouse Management from 22 Group.